വി.ഡി. സതീശന്റെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം, അഹങ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ആരെയും എന്തും പറയുന്ന സ്വഭാവക്കാരനാണെന്നുള്ള നിലയിൽ കേരളം ഇന്ന് അറിഞ്ഞു കഴിഞ്ഞ കാര്യം. കേരളത്തിലെ പ്രമുഖ സമുദായ സംഘടനയുടെ നേതാക്കന്മാരെ പോലും, സ്വന്തം അച്ഛന്റെ പ്രായമുള്ളവരെ പോലും വളരെ ധിക്കാരത്തോടു കൂടിയും നിഷേധത്തോടു കൂടിയുമുള്ള വളരെ മോശം വാക്കുകൾ നിയമസഭയിൽ ഉപയോഗിക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം നഗരത്തിലൊക്കെ കുറച്ച് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു, നിങ്ങൾ കണ്ടാണ്. ആ ബോർഡുകൾ ഈ വിജിലൻസ് എൻക്വയറി റിപ്പോർട്ട് ഗവൺമെന്റ്, സതീശനെതിരെയുള്ള വിജിലൻസ് എൻക്വയറി റിപ്പോർട്ട് ഗവൺമെന്റ് സമർപ്പിച്ചതിന് ശേഷമാണ് ആ ബോർഡുകൾ വന്നത്. ആ ബോർഡുകൾ കണ്ടത് അങ്ങനെയെന്ന് പറഞ്ഞാല് ഞാൻ പേടിച്ചുപോയി. ഇതൊരു വി.ഡി. സതീശന് വലിയ പടവും വച്ചിരുന്നു. തിരിച്ച് പടം വയ്ക്കുവാനും പടത്തിന് താഴെ അടിക്കുറിപ്പ് എഴുതാനും ഒക്കെ ഉള്ള ഒരുപാട് സംഭവവാസങ്ങളുണ്ട്. ഞങ്ങളുടെ ഒരു മാന്യത കൊണ്ട് ഞങ്ങളത് അതൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളത് ചെയ്താൽ വി.ഡി. സതീശൻ പറഞ്ഞത് ചെന്നങ്ങ് പറഞ്ഞേരെ ഞാനങ്ങ് പേടിച്ചു പോകും. അതേ ഭാഷയിൽ അതേ രീതിയിൽ ഞങ്ങൾ തിരിച്ചടിച്ചാൽ, തിരിച്ചു പറഞ്ഞാൽ സതീശൻ പേടിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ മൂത്രമൊഴിച്ചു. അപ്പൊ അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. ഇപ്പൊ കേരളത്തിലെ സ്കൂളുകളുടെ നിലവാരത്തെക്കുറിച്ച് വളരെ മോശം പരാമർശമാണ് വി.ഡി. സതീശൻ ഇന്നുണ്ടായത്. 10 വർഷം കൊണ്ട് 9,000 കോടി രൂപയുടെ വികസനം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന ഒരു സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ സതീശനെ വെല്ലുവിളിക്കുകയാണ്. കൃത്യമായി പരീക്ഷ നടത്തിയ ഒരു ഗവൺമെന്റിന് ഏതെന്ന് ഞാൻ വെല്ലുവിളിക്കുക. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ പാഠപുസ്തകം കൃത്യമായി പ്രിന്റ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് എത്തിച്ച് ഗവൺമെന്റ് ഏതെന്ന് ഞാൻ സതീശനെ വെല്ലുവിളിക്കുക. ഇന്ത്യ രാജ്യത്ത് മൊത്തം വിദ്യാർത്ഥികളുടെ നിലവാരം പരിശോധിച്ച് നോക്കിയപ്പോൾ 2ാം സ്ഥാനത്ത് വന്ന കാലഘട്ടം ആരാണ് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിലുള്ള ഓർമ്മ സതീശനുണ്ടോ എന്നുള്ള കാര്യം ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുക. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടേക്ക് എന്താണ് നടക്കുന്നത്? എന്നെ സംഘപരിവാര കൂട്ടിക്കെട്ടി സന്ധ്യക്കുട്ടി നാമെന്ന് പ്രസംഗിച്ചു. രാഷ്ട്രീയ പ്രവർത്തകരാകുമ്പോൾ രാഷ്ട്രീയ നിലപാടൊക്കെ ആവാം, രാഷ്ട്രീയം പറയുകയും ചെയ്യാം. പക്ഷെ വ്യക്തിപരമായി വ്യക്തിഹത്യ ചെയ്യുന്നത് അത് മറ്റൊന്നും പറയാനില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥയാണ്. കേരളത്തിൽ ആരെങ്കിലും ഞാൻ RSSനെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. ഞാൻ RSSനെതിരായിട്ട് ഇഞ്ചിനെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലൊക്കെ തന്നെ സതീശൻ വള്ളിലിക്കൽ തൊട്ടുകൊണ്ട് സ്കൂളിൽ പഠിക്കും. അതുകൊണ്ട് അത്ര എണ്ണം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ എന്റെ ചരിത്രം ഞാൻ തന്നെ എന്ന് പറയുന്നില്ല.
ഗോൾവാക്കറുടെ ചിത്രത്തിന് മുന്നിൽ നട്ടല് വളച്ച ആളുടെ പേര് ശിവൻകുട്ടി എന്നല്ലല്ലോ, അത് വി ഡി സതീശൻ എന്നാണ്. വിനായക് ദാമോദർ സതീശൻ, വിനായക് ദാമോദർ സതീശൻ എന്നാണ്. സോഷ്യൽ മീഡിയയിൽ വന്ന പേരാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും അങ്ങനെ വിളിക്കുന്നില്ല. സ്വന്തം മണ്ഡലത്തിലെ ആളെ പോലും സോഷ്യൽ മീഡിയയിലൂടെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ പച്ചത്തറി വിളിച്ച ആളുടെ പേരും വി ഡി സതീശനാണ്.